Hi all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലെ കോസ്റ്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഒരു കോസ്റ്റ് ഷീറ്റ് മീൻസ്? എ കോസ്റ്റ് ഷീറ്റ് ഓർ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എ കോസ്റ്റ് ഷീറ്റ് ഓർ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് എ ഡോക്യുമെന്റ് വിച്ച് പ്രൊവൈഡ് ഡീറ്റെയിൽഡ് കോസ്റ്റ് ഇൻഫർമേഷൻ. കോസ്റ്റ് ഷീറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡോക്യുമെന്റ് ആണ് വിച്ച് പ്രൊവൈഡ് ഡീറ്റെയിൽഡ് കോസ്റ്റ് ഇൻഫർമേഷൻ. സോ നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോസ്റ്റ്, ഓരോ സ്റ്റേജിലെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോസ്റ്റ് ഇങ്ങനെ ഡോക്യുമെന്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? കോസ്റ്റ് ഷീറ്റ്. ഓക്കെ, സോ ഇൻ എ ടിപ്പിക്കൽ കോസ്റ്റ് ഷീറ്റ് the cost information are presented on the basis of functional classification. So introduction to cost management accounting നമ്മൾ പഠിച്ചതുപോലെ, സോ ക്ലാസിഫിക്കേഷനകത്ത് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ്റെ ബേസിസിലാണ് ഒരു നോർമൽ സെനാരിയോയിൽ ഒരു കോസ്റ്റ് ഷീറ്റ് പ്രസന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നത്. However, other classification also may be adopted as per the requirements of users of the information. Okay, so user requirement അനുസരിച്ച് വേറെ ക്ലാസിഫിക്കേഷൻ മെത്തേഡ്സും യൂസ് ചെയ്യാം. ബട്ട് നോർമൽ സെനാരിയോയിൽ ഒരു ടിപ്പിക്കൽ കോസ്റ്റ് ഷീറ്റ് നമ്മൾ ഒരു മാനുഫാക്ചറുടെ ഒരു ബേസിസിലാണ് നമ്മൾ എപ്പോഴും കോസ്റ്റ് ഷീറ്റ് പറയുന്നത്. സോ ഒരു സർവീസ് പ്രൊവൈഡർ ആണെങ്കിൽ നമുക്ക് കോസ്റ്റ് ഷീറ്റ് വരയ്ക്കാം. ബട്ട് നമ്മളിവിടെ ഒരു റോ മെറ്റീരിയൽ അങ്ങനെ ഓരോ സ്റ്റേജ് കാണിക്കാനായിട്ട് ഒരു മാനുഫാക്ചറുടെ ബേസിസിലുള്ള ഒരു കോസ്റ്റ് ഷീറ്റാണ് നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. Okay, so any functional classification of elements of cost sheet. Okay, so nammal functional under this classification cost divided according to function for which they have been incurred. The following are the classification of cost based on functions. Okay, direct material cost, direct employee cost, okay, direct expenses, production or manufacturing overheads, administration overheads, selling overheads, distribution overheads, research and development cost and overhead additional costs, etc. Okay. Then ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒരു പ്രോഡക്റ്റിനുണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു സർവീസ് റെൻഡർ ചെയ്യപ്പെടുന്ന കോസ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോസ്റ്റ് ഇൻഫർമേഷൻ ഓരോ സ്റ്റേജിലെ ഉള്ളതാണ്. സോ നമ്മളൊരു ഫംഗ്ഷന്റെ ബേസിസിൽ നോർമൽ സെനാരിയോയിൽ ഒരു കോസ്റ്റ് ഷീറ്റിന്റെ വരുന്ന ഹെഡ്സ് ആണെന്ന് പറയുന്നത്. ഫസ്റ്റ് ഒരു മേജർ ഹെഡാണ് പ്രൈം കോസ്റ്റ്, ദെൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ദെൻ കോസ്റ്റ് ഓഫ് സെയിൽസ്. നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രൈം കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, കോസ്റ്റ് ഓഫ് സെയിൽസ്. ദെൻ ഫസ്റ്റ് വൺ പ്രൈം കോസ്റ്റ്. സോ എന്താണ് പ്രൈം കോസ്റ്റ്? സോ പ്രൈം കോസ്റ്റ് റെപ്രസെന്റ് ദ ടോട്ടൽ ഡയറക്റ്റ് മെറ്റീരിയൽ. സോ നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എന്ത് വേണം അല്ലെ? ഒരു ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് വരാനായിട്ട് നമുക്ക് എന്ത് വേണം? റോ മെറ്റീരിയൽസ് വേണം. ദെൻ റോ മെറ്റീരിയലിനകത്ത് എന്തെങ്കിലും വർക്ക് ചെയ്യണം, ഡയറക്റ്റ് ലേബർ വേണം. ഓക്കെ, ദെൻ അതുകൂടാതെ ഡയറക്റ്റ് അഡീഷണൽ എക്സ്പെൻസസ്. സോ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് എംപ്ലോയി കോസ്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുന്നതാണ് എന്ത്? പ്രൈം കോസ്റ്റ്. ഓക്കെ, സോ പ്രൈം കോസ്റ്റ് മീൻസ് എന്തൊക്കെ ആഡ് ചെയ്യുന്നതാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ, ആഡ് ഡയറക്റ്റ് ലേബർ, ദെൻ ഈ പറയുന്ന പ്രൊഡക്ഷനും അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉണ്ടായിട്ടുള്ള ഈ രണ്ട് കോസ്റ്റും അല്ലാതെ, ഡയറക്റ്റ് മെറ്റീരിയലും അല്ല ഡയറക്റ്റ് ലേബറും അല്ലാതെ ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ്. സോ ഫസ്റ്റ് മേജർ ഹെഡ് ആണ് പ്രൈം കോസ്റ്റ്. സോ ഇതിനകത്ത് ഓരോന്ന് നമുക്ക് നോക്കാം. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. ഓക്കെ, സോ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്താണെന്ന് നോക്കാം. സോ നമുക്ക് അറിയാം, ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മളൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കുറേ റോ മെറ്റീരിയൽസ് വേണം. സോ ആ റോ മെറ്റീരിയലിൻ്റെ ഒരു സ്റ്റോക്ക് അവിടെ ഉണ്ടാവും. നമുക്ക് അതിനെന്ത് പറയാം? ഓപ്പണിംഗ് സ്റ്റോക്ക്. നമ്മൾ ഈ വർഷം ഒരു പീരീഡിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും റോ മെറ്റീരിയൽ പർച്ചേസസ്. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഉണ്ടാവും. സോ നമുക്ക് വേണ്ട എന്താണ്? ഈ പറയുന്ന ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മീൻസ് ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എത്ര റോ മെറ്റീരിയൽ കൺസ്യൂം ചെയ്തു. സോ ദാറ്റ് മീൻസ് പ്രൊഡക്ഷനിലേക്ക് എനിക്ക് ഓപ്പണിംഗിൽ ഇത്ര ഉണ്ടായിരുന്നു, ഞാൻ പർച്ചേസ് ചെയ്ത് ക്ലോസിംഗ് എത്ര ഉണ്ടായിരുന്നു പറഞ്ഞാൽ, സോ എത്ര റോ മെറ്റീരിയൽ, എത്ര യൂണിറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എത്രത്തോളം നമ്മളെ ഈ പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുവന്നു, റോ മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതാണ് എന്ത്? ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ്. ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഓപ്പണിംഗ് റോ മെറ്റീരിയൽ ഉണ്ട്, അതിൽ നിന്ന് എന്ത് ചെയ്യാം? എന്താ ആഡ് ചെയ്യാം? പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ,
So opening raw material purchase. So then closing raw material. That means ഇതെന്താണ്, ഇത് യൂസ് ചെയ്തിട്ടില്ല. ഇതങ്ങ് കുറച്ച് കഴിഞ്ഞാൽ ഓപ്പണിംഗിൽ ഉണ്ടായിരുന്നു, അഡീഷണൽ ഞാൻ കുറച്ചുകൂടെ പർച്ചേസ് ചെയ്തു, ക്ലോസിംഗിലുള്ളത് മീൻസ് എന്താണ്, അത് പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുവന്നിട്ടില്ല ആ പർട്ടിക്കുലർ റോ മെറ്റീരിയൽസ്. സോ ഇതാണ് എന്ത് കിട്ടുന്നത്, എന്ത് കിട്ടും, ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ്. സോ മെറ്റീരിയൽ കൺസ്യൂമിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. ഓക്കെ. സോ ഇതിനകത്തൊരു പേര് ഇപ്പോൾ നോക്കുക, സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ നോക്കുക, പർച്ചേസസ് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അഡീഷണൽ പർച്ചേസസ്, വാല്യുവേഷൻ ഓഫ് മെറ്റീരിയൽ പർച്ചേസ് ഇൻക്ലൂഡ്സ്. ഇപ്പം നമുക്കൊരു കോസ്റ്റ് ഷീറ്റ് വരയ്ക്കാൻ അല്ലെങ്കിൽ കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ഈ അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം കയറി വരും. ആണ് ഓരോന്ന് ശ്രദ്ധിക്കുക. സോ ഫസ്റ്റ് പ്രൈം കോസ്റ്റ് ആയിരുന്നു പറഞ്ഞത്, ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്. അതിനകത്ത് ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് ആണ് പറയുന്നത്. ഓപ്പണിംഗ് ആയിട്ടുള്ള ഡയറക്റ്റ് റോ മെറ്റീരിയൽസ് അതിൻ്റെ കൂടെ പർച്ചേസ്, അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ച് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും. സോ നമ്മുടെ പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുവന്ന റോ മെറ്റീരിയൽസ്, ദാറ്റ് മീൻസ് റോ മെറ്റീരിയൽ കൺസ്യൂം, നമ്മുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കൺസ്യൂം ചെയ്ത റോ മെറ്റീരിയൽ. The valuation of material purchased includes the cost of raw material, freight inward, insurance and other expenditure directly attributable to procurement, trade discounts or rebates to be deducted. So trade discount means നമുക്ക് എന്താ ഡിസ്കൗണ്ട് കിട്ടി, ആ റോ മെറ്റീരിയൽ കോസ്റ്റിന് സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, പർച്ചേസ് പ്രൈസിൽ നിന്ന് കുറയും. അതാണ് ട്രേഡ് ഡിസ്കൗണ്ട് ഓർ റീബേറ്റ്. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്, if input tax credit is not availed. ഓക്കെ. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, GST എല്ലാം നമ്മൾ അക്കൗണ്ട്സിൽ നമ്മൾ എഴുതുന്നതാണ്. സോ പർച്ചേസസ് പ്ലസ് ഇൻപുട്ട് GST, ഇൻപുട്ട് ടാക്സ് വരും, ഔട്ട്പുട്ട് ടാക്സ് വരും. സോ നെറ്റ് നമ്മൾ ടാക്സ് പേ ചെയ്യുന്നതാണ്. സോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ എന്താണ്, ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്. ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഈസ് നോട്ട് അവൈൽ. സോ നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് കോസ്റ്റ്. ഇപ്പം നമ്മളൊരു കോസ്റ്റ് പ്ലസ് അതിൻ്റെ കൂടെ CGST SGST, നമ്മളിത് ഫൈനലായിട്ട് ഇതിനായിട്ട് ഇൻപുട്ട് ക്രെഡിറ്റ് അവൈൽ ചെയ്യുന്നില്ലെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ ആക്ച്വൽ ഇത് പർച്ചേസ് ചെയ്യുന്ന കോസ്റ്റ് എന്താണ്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താണ്. സോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, ഇത് നമ്മളിത് സെയിൽ നടത്തുമ്പോൾ എന്താണ് ഒരു GST കളക്ട് ചെയ്യും, അത് നമ്മളുടെ സെറ്റ് ഓഫ് ചെയ്തിട്ട് റിമൈനിങ് പോർഷൻ ആയിരിക്കും അടയ്ക്കുന്നതുകൊണ്ട്. സോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നോട്ട് അവൈലബിൾ ഓർ അവൈൽഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ പർട്ടിക്കുലർ ഡ്യൂട്ടിയും ടാക്സും എന്താണ്, എനിക്ക് ആ പർട്ടിക്കുലർ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തപ്പോൾ ഉണ്ടായ കോസ്റ്റ് ആണ്, ദാറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് while computing the value of purchased raw material, additional purchases or purchases of raw materials. Okay. Then next one. So noka raw materials nathu purchases ശ്രദ്ധിക്കണം. Cost of raw material normal scenario, freight inwards, insurance and other expenditure directly attributable, trade discounts എന്തെങ്കിലും ഡിഡക്ട് ചെയ്യണം അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യണം. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്, if input tax credit not availed, that means എനിക്ക് എന്താണ് പർച്ചേസ് ചെയ്തപ്പോൾ ദാറ്റ് മച്ച് കോസ്റ്റ് ഐ ഹാവ് ഇൻകേർഡ്. സോ അതിൻ്റെയും ആ ഡ്യൂട്ടീസും ടാക്സസും കൂടി ചേർത്തുള്ളതായിട്ടുണ്ട് എൻ്റെ പർച്ചേസ് കോസ്റ്റ്. ഓക്കെ. ദെൻ ഡയറക്റ്റ് എംപ്ലോയി കോസ്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് ലേബർ. ഇറ്റ് ഈസ് ദ ടോട്ടൽ പേയ്മെന്റ് മെയ്ഡ് ടു എംപ്ലോയീസ് ഹു ആർ എൻഗേജ്ഡ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് പ്രൊവിഷൻ ഓഫ് സർവീസ്. സോ പർട്ടിക്കുലർ ആ ഒരു ഗുഡ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടോ എംപ്ലോയി, അതിനകത്ത് എൻഗേജ്ഡ് ആയിട്ടുള്ള employees who are engaged in production of goods or provision or service. Employee cost is also labor cost. Okay. Includes the following: wages, normal scenario wage അല്ലെങ്കിൽ salary, allowances and incentive payment for overtime, bonus, ex gratia, employees contribution to welfare fund such as provident fund and other similar funds. Okay. Then other benefits, medical leave with pay and leave, travel concession and provision for retirement benefits, etc. So ഇതെല്ലാം എന്തിനകത്ത് വരും, ഡയറക്റ്റ് ലേബറിനകത്ത് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്, ഡയറക്റ്റ് ലേബർ. ഓക്കെ. സോ നമ്മുടെ 2021 മെയ് ഓൺവേർഡ്സ് ആണ് ചില മാറ്റങ്ങൾ ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതിനകത്ത് മേജറായിട്ട് വരുന്നത് ഇൻട്രസ്റ്റ് നമ്മൾ പിന്നീട് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യും. കുറേ സെനാരിയോയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കോസ്റ്റ് ഷീറ്റിന്റെ കേസിൽ. ദെൻ ഡയറക്റ്റ് എക്സ്പെൻസസ്. ഓക്കെ. സോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പ്രൈം കോസ്റ്റിനകത്ത് ഡയറക്റ്റ് മെറ്റീരിയൽ മീൻസ് ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ്, അതെങ്ങനെ കണ്ടുപിടിക്കും, അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഇപ്പം മെറ്റീരിയൽ പർച്ചേസ്ഡിനകത്ത് വരുന്ന എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ. ദെൻ ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ദാറ്റ് മീൻസ് ആ ഒരു പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്, ആ ഒരു പർട്ടിക്കുലർ കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഡയറക്ട്ലി എൻഗേജ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി അല്ലെങ്കിൽ വേജ്, അവർക്ക് കൊടുക്കുന്ന അലവൻസ്, പേയ്മെന്റ് എല്ലാം നമുക്ക് ഇതിനകത്ത് വരാം ഡയറക്റ്റ് ലേബർ. സോ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ. Then direct expense. Okay. So direct material already നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഡയറക്റ്റ് ലേബറും പറഞ്ഞു. ഇനി എന്താ നോക്കാം, ഡയറക്റ്റ് എക്സ്പെൻസ്. ഇതും കൂടെ ആഡ് ചെയ്താണ് നമുക്ക് എന്ത് കിട്ടുന്ന ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള പ്രൈം കോസ്റ്റ്. എക്സ്പെൻസസ് അതർ ദാൻ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആൻഡ് ഡയറക്റ്റ് എംപ്ലോയി കോസ്റ്റ്.
which are incurred to manufacture a product or for provision of service and can be directly traced in an economically feasible or manner to a cost object. The following costs are example. Okay, so നോക്കാം എന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റും അല്ല, ഡയറക്റ്റ് എംപ്ലോയി കോസ്റ്റും അല്ല, ബട്ട് എന്താണ് ഡയറക്റ്റ് ആയിട്ട് ഇൻകർ ചെയ്താണ് മാനുഫാക്ചർ ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സർവീസ് റെൻഡർ ചെയ്യുമ്പോഴോ ഇൻകർ ചെയ്തിട്ടുള്ള എക്സ്പെൻഡിച്ചർ. കോസ്റ്റ് ഓഫ് യൂട്ടിലിറ്റി സച്ച് ആസ് പവർ. സംടൈംസ് നമ്മൾ ഒരു കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവിടെ പവർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റീം യൂസ് ചെയ്യേണ്ടി വരാം, അല്ലെങ്കിൽ ഫ്യൂവൽ യൂസ് ചെയ്യേണ്ടി വരാം. സോ ഡയറക്റ്റ് മെറ്റീരിയലിനകത്ത് വരത്തില്ല, അത് ഡയറക്റ്റ് ലേബറിനകത്ത് വരത്തില്ല, ബട്ട് ആ ഒരു ഫ്യൂവൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റീം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫൈനൽ പ്രൊഡക്റ്റ്. ഇതിനകത്ത് രണ്ടിലും വരത്തില്ല, ബട്ട് ഇതെന്താണ് ഡയറക്റ്റ് ആയിട്ട് അട്രിബ്യൂട്ടബിൾ ടു ദാറ്റ് പ്രൊഡക്റ്റ്. റോയൽറ്റി പെയ്ഡ് പേയബിൾ ടു പ്രൊഡക്ഷൻ പ്രൊവിഷൻ ഓഫ് സർവീസ്. ഹയർ ചാർജസ് ഫോർ ഹയറിംഗ് സ്പെസിഫിക് equipment. Okay, so equipments എന്തെങ്കിലും റെന്റിന് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ചാർജസ് ഡയറക്ട്ലി ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് വരുന്നതാണ്. ഫീ ഫോർ ടെക്നിക്കൽ അസിസ്റ്റൻസ് ആൻഡ് നോ ഹൗ. amortized cost of molds, patents and patents, etc. Cost of product or services, specific design or drawing. Cost of product, service or software. സർവീസ് സ്പെസിഫിക് സോഫ്റ്റ്വെയർസ്. ഓക്കെ, സോ പർട്ടിക്കുലർ ആയിട്ട് ആ സർവീസിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണെങ്കിൽ അതെല്ലാം എന്താണ് ഡയറക്റ്റ് എക്സ്പെൻഡിച്ചറിൽ വരും. ദാറ്റ് മീൻസ് അതൊരിക്കലും ഡയറക്റ്റ് മെറ്റീരിയലിലും വരത്തില്ല, ഡയറക്റ്റ് ലേബറിലും വരത്തില്ല, ബട്ട് ആ ഒരു പർട്ടിക്കുലർ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫൈനൽ പ്രൊഡക്റ്റിലോട്ട് അല്ലെങ്കിൽ ഫൈനലായിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ട ആ ഒരു സർവീസിലേക്ക് എത്തുള്ളൂ. അതർ എക്സ്പെൻസസ് വിച്ച് ആർ ഡയറക്ട്ലി റിലേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഓർ പ്രൊവിഷൻ ഓഫ് സർവീസ്. ഓക്കെ, സോ ഇതെല്ലാം എന്താണ് നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവും. ദാറ്റ് എക്സ്പെൻഡിച്ചർ ഷുഡ് ബി ഇൻകേർഡ്. ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സർവീസ് റെൻഡറിംഗ് ദാറ്റ് എക്സ്പെൻഡിച്ചർ ഷുഡ് ബി ഇൻകേർഡ്. ബട്ട് അത് എന്തിൽ വരത്തില്ല, ഡയറക്റ്റ് മെറ്റീരിയൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഡയറക്റ്റ് ലേബർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ബട്ട് ദാറ്റ് എക്സ്പെൻസ് ഷുഡ് ഇൻകർ തന്നെയാണ് നമുക്ക് എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസസ്. ദെൻ നെക്സ്റ്റ് വൺ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. In conventional cost sheet, this item of cost can be seen. It is the total of cost, prime cost and factory related cost and overheads. Okay, so നമുക്ക് നോക്കാം. പ്രൈം കോസ്റ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞ എന്താണ്, ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ നമുക്ക് എന്ത് കിട്ടി, പ്രൈം കോസ്റ്റ് കിട്ടി. ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യുക, ഫാക്ടറിയിൽ ഉണ്ടാകുന്ന ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഗ്രോസ് വർക്ക്സ് കോസ്റ്റ്. സോ അതിൽ നിന്ന് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വർക്ക് ഇൻ പ്രോഗ്രസ്, ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആഡ് ചെയ്തിട്ട് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഫാക്ടറി ഓർ ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക്സ് കോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പൊസിഷനെ കിട്ടും. Then add quality control cost, research and development cost, process related. Okay. Then administrative overhead related with the production, credit of for recoveries, miscellaneous income, packing cost. So primary packing ആണ് ഇവിടെ വരുന്നത്, ശ്രദ്ധിച്ചോണം. Primary packing, that means some food items ഒക്കെ ആണെങ്കിൽ നോർമലി സോ അത് ആ കമ്മോഡിറ്റി സെയിൽ ആകാനായിട്ട് പോകണമെങ്കിൽ ജസ്റ്റ് ഒരു പ്രൈമറി പാക്ക് ചെയ്യണം. സോ സെക്കൻഡറി പാക്കിംഗ് ആ സെയിലിംഗ് ടൈമിൽ നമുക്ക് വരും. ബട്ട് പ്രൈമറി പാക്കിംഗ് ഇല്ലെങ്കിൽ എന്താണ്, ഷെൽഫ് ലൈഫ് ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ അതിന് അവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് തന്നെ ഫാക്ടറിയിൽ നിന്ന് തന്നെ എന്താണ് ഒരു പ്രൈമറി പാക്കിങ്ങിലാണ് പോകുന്നത്. ആ ടൈപ്പിന് അത് എവിടെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഫാക്ടറിയിൽ തന്നെയാണ്. സോ ഫാക്ടറി ഓവർ ഹെഡ്സ്, ദെൻ വർക്ക്സ് കോസ്റ്റ്, ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് അല്ലെങ്കിൽ പ്രോസസ്, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോസസ്, then works cost കിട്ടും. അതിൻ്റെ കൂടെ ക്വാളിറ്റി കൺട്രോൾ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ് റിലേറ്റഡ് ആയിരിക്കണം, that process related to that particular output, administrative overhead related to that production, credit or recoveries, that means എന്തെങ്കിലും ആയിട്ടുള്ള അതിനിടയിൽ സ്ക്രാപ്പ് വാല്യൂ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അത് നമ്മൾ റിഡ്യൂസ് ചെയ്യണം. ദെൻ പ്രൈമറി പാക്കിംഗ് കോസ്റ്റ് നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. സോ എന്താണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെയാണ്, പ്രൈം കോസ്റ്റിന് കൂടെ ഫാക്ടറി ഓവർ ഹെഡ്സ് ആഡ് ചെയ്യുക, ഗ്രോസ് വർക്ക്സ് കോസ്റ്റ് കിട്ടും. അതിൻ്റെ കൂടെ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആഡ് ചെയ്ത് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ലെസ് ചെയ്താൽ ഫാക്ടറി വർക്ക്സ് കോസ്റ്റ് ഓർ വർക്ക്സ് കോസ്റ്റ് കിട്ടും. ദെൻ ക്വാളിറ്റി കൺട്രോൾ കോസ്റ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് വിത്ത് റിലേറ്റഡ് ടു ദാറ്റ്, ബിക്കോസ് വേറെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സ് വരുന്നുണ്ട്. ഇതെന്താണ് ഈ പർട്ടിക്കുലർ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സ്. ദെൻ എന്തെങ്കിലും റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പീരീഡിൽ എന്തെങ്കിലും റിക്കവറി സ്ക്രാപ്പ് വാല്യൂ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ, സോ ഏതെങ്കിലും പ്രൊഡ്യൂസ് ഇതായി പോയി നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റിലോട്ട് വരുന്നില്ല, അത് എന്തെങ്കിലും സ്ക്രാപ്പ് ചെയ്താൽ ആ ഒരു വരുന്ന, ദാറ്റ് മീൻസ് അതൊരു ഇൻകം ആണ്, മിസ്ലേനിയസ് ഇൻകം ആണ്. നമ്മൾ എവിടെ എന്ത് ചെയ്യും, ഇങ്ങോട്ട് അത് കാണിക്കില്ല, ഇവിടെ അങ്ങ് കുറച്ച് കളയും. ഓക്കെ, സോ ദാറ്റ് മീൻസ് കോസ്റ്റ് ആയിട്ട് കാണിക്കില്ല. പ്രൈമറി പാക്കിംഗ് കോസ്റ്റ് കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ദെൻ
നെക്സ്റ്റ് ഫാക്ടറി ഓവർഹെഡ്. ഇറ്റ് ഈസ് നോൺ ആസ് വർക്ക്സ് പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിങ് ഓവർഹെഡ്. ഏത് വേണമെങ്കിലും നമുക്ക് എക്സാമിന് അവർക്ക് പറയാം. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് ഇൻഡയറക്റ്റ് ഓവർഹെഡ് മീൻസ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ പറഞ്ഞ ഓവർ ഹെഡ്സ് ഡയറക്റ്റ് അല്ലാത്ത അതിനകത്തെല്ലാം എന്താണ് നമുക്ക് ഓവർ ഹെഡ്സ് എന്ന് പറയാം. കൺസ്യൂമബിൾ സ്റ്റോർസ് ആൻഡ് സ്പെയർസ്. സോ ഫാക്ടറിയിൽ യൂസ് ചെയ്യുന്ന കൺസ്യൂമർ. ഡിപ്രീസിയേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി. Depreciation of plant and machinery, factory building, etc. Lease rent of production asset, repairs and maintenance of plant and machinery, factory building, etc. So അതിനകത്തുണ്ടാകുന്ന factory building ഒക്കെ നമുക്ക് ഉണ്ടാകണം. അതിനകത്തുണ്ടാകുന്ന റിപ്പയർസ് മെയിൻ്റെനൻസ് ഒന്നും ഡയറക്ട്ലി ഇതിനകത്ത് വരുന്നില്ല ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ അല്ല, അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ അല്ല. ബട്ട് ആ ഫാക്ടറി പ്രിമൈസ് നമുക്ക് വേണം. സോ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്താണ് ആ റിപ്പയർസ് എല്ലാം ഓവർ ഹെഡ്സ് ആയിട്ട് വരും. ഇൻഡയറക്റ്റ് എംപ്ലോയി കോസ്റ്റ് റിലേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്, drawing and designing department cost, insurance of plant and machinery, factory building, stock of raw material and work in progress, etc. Amortized cost of jigs, fixtures, toolings, etc. Service department cost such as tool room, engineering and maintenance, pollution control, etc. Okay, so ഇതെല്ലാം ഇവിടെ വരും ഫാക്ടറി ഓവർഹെഡ്സിനകത്ത് വരും. Then stock of work in progress. The cost of opening and closing work in progress is adjusted to arrive factory or work source. The work in progress stock is valued on the basis of percentage of completion in respect of each element of cost. Okay. Then quality control cost. This cost is cost of resource consumed towards quality control procedure. That means ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു നമ്മൾ എന്തെങ്കിലും ക്വാളിറ്റി കൺട്രോൾ ചെക്ക് നടത്തും. ദാറ്റ് മീൻസ് നമ്മൾ മാർക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിറ്റി ആ ഒരു ഫൈനൽ പ്രൊഡ്യൂസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ. സോ അതാണ് ഇത് ക്വാളിറ്റി കൺട്രോൾ കോസ്റ്റ്. Then research and development cost includes only those research and development related costs which are incurred for the improvement of process, system and product or service. That particular production il varuna research and development cost ആണ്. Administrative overheads. It includes only those administrative overheads which are related to production. Okay, production ആയിട്ട് related ആയിട്ടുള്ള administration overheads. Credit for the realized or realizable value of scrap or waste deducted as reduced cost of production. Then joint product and byproduct. Joint cost are allocated. നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ് joint product. So joint product ആണെങ്കിൽ എന്ത് ചെയ്യും, ആ രണ്ട് പ്രൊഡക്റ്റിനും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും rational consistent basis. In case of byproduct, the net realizable value of byproduct is reduced from the cost of production. Okay, byproduct ആണെങ്കിൽ എന്ത് ചെയ്യും, അതിനകത്ത് നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ പാക്കിംഗ് കോസ്റ്റ് പ്രൈമറി. പാക്കിംഗ് മെറ്റീരിയൽ വിച്ച് ഈസ് എസെൻഷ്യൽ ടു ഹോൾഡ് ആൻഡ് പ്രിസർവ് ദ പ്രൊഡക്റ്റ് ഫോർ ഇറ്റ്സ് യൂസ് ബൈ കസ്റ്റമർ. ഓക്കെ. ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. The cost of production for goods sold is calculated after adjusting the opening and closing stock of finished goods. Okay, cost of production നമ്മൾ കണ്ടുപിടിച്ചു. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അതോടെ എന്ത് ചെയ്യുക, ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യുക, ലെസ് ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ദെൻ കോസ്റ്റ് ഓഫ് സെയിൽസ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. ദാറ്റ് മീൻസ് നേരത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്താണ്, ദാറ്റ് പർട്ടിക്കുലർ ഫാക്ടറി ഓവർഹെഡിനകത്ത് വരുന്ന പർട്ടിക്കുലർ. സോ ഇവിടെ ക്ലോസിംഗ് വർക്കിംഗ് ഫാക്ടറി കോസ്റ്റിന് കൂടെ ആഡ് ചെയ്യുന്ന ഫാക്ടറി കോസ്റ്റ് കഴിഞ്ഞാൽ ക്വാളിറ്റി അഡ്മിനിസ്ട്രേറ്റീവ്. ഇത് എന്താണ്, ഓവർഹെഡ് റിലേറ്റഡ് ടു വിത്ത് പ്രൊഡക്ഷൻ. സോ ഇത് എന്താണ്, നമുക്ക് ഫാക്ടറി കൊണ്ട് മാത്രം നമ്മുടെ ഒരു ബിസിനസ്, നമ്മൾ നോർമൽ കോസ്റ്റ് ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ. ദാറ്റ് മീൻസ് ഒരു ഓഫീസ് പ്രീമൈസ് ഉണ്ടാവും, അവിടെ സാലറിഡ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാനൊക്കെ സാലറിഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാവും. അവരുടെ എല്ലാം കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ബിസിനസ്സിൻ്റെ സ്മൂത്ത് ഫ്ലോ നടക്കുള്ളൂ. ദെൻ കോസ്റ്റ് ഓഫ് സെയിൽസിനകത്ത് ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, ജനറൽ ശ്രദ്ധിച്ചോണം. സെല്ലിംഗ് ഓവർഹെഡ്, പാക്കിംഗ് കോസ്റ്റ്, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് അതിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, കോസ്റ്റ് ഓഫ് സെയിൽസ്. ഓക്കെ, സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ കൂടെ ജനറൽ അഡ്മിൻ ഓവർഹെഡ്, ദെൻ സെല്ലിംഗ് ഓവർഹെഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, ദെൻ പാക്കിംഗ്. സോ സെക്കൻഡറി ആണ്. സോ ദാറ്റ് മീൻസ് ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ആ സെയിലിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു കോസ്റ്റ് ഓഫ് സെയിൽസ് വരുമ്പോൾ സെക്കൻഡറി പാക്കിംഗ് ആണ്. സോ ഫസ്റ്റ് എന്താണ്, അതിൻ്റെ ഒരു ഷേപ്പ് കീപ്പ് ചെയ്യാനായിട്ട് അടുത്ത ഒരു പ്രൊഡ്യൂസ് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ, അടുത്ത ലെവലിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, അതർവൈസ് അതെന്താണ് കേടായി പോകുന്നുണ്ടെങ്കിലാണ് നമ്മൾ ചെയ്യുന്നത് പ്രൈമറി പാക്കിംഗ്. അതേപോലെ തന്നെ വരും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന് മുമ്പായിട്ട് തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അത് ആഡ് ചെയ്യും.
സോ ഇത് കോസ്റ്റ് ഓഫ് സെയിൽസ് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ദെൻ കോസ്റ്റ് ഓഫ് സെയിൽസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്താണ് സെക്കൻഡറി പാക്കിംഗ്. ഓക്കെ, so administrative overheads related with general administrative entity includes the following: depreciation and maintenance of building, furniture, corporate general management, etc. of corporate or general management, salary of administrative employees, accountants, directors, secretary. No, so ഇതെല്ലാം എന്താണ് ബിസിനസിന്റെ സ്മൂത്ത് ഫ്ലോ. ദാറ്റ് മീൻസ് പ്രൊഡക്ഷൻ നടക്കാനല്ല, ബട്ട് പ്രൊഡക്ഷൻ കൊണ്ട് മാത്രം കാര്യമില്ല, അല്ലെങ്കിൽ ഫാക്ടറി മാത്രം പണിഞ്ഞു വെച്ചുകൊണ്ട് നമുക്ക് എന്താണ് ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. സോ അതിന് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് എംപ്ലോയീസ് വേണം, ഓഫീസ് ഉണ്ടാവണം, അവിടെ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ടി വരും, അവിടെ വേറെ ഒരുപാട് ആക്ടിവിറ്റീസ്. സോ ഓർഡർ ഒക്കെ എടുക്കാനായിട്ട് മെയിൽ അയക്കാനും അത് റിസീവ് ചെയ്യാനും ഒക്കെ ഉള്ള കാര്യങ്ങൾക്കായിട്ടും ഒക്കെ എംപ്ലോയീസ്, ഡയറക്ടേഴ്സ്, സെക്രട്ടറീസ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ വേണ്ടി വരും. അവർക്കൊക്കെ വരുന്ന സാലറി എല്ലാം എന്തുവരും അഡ്മിനിസ്ട്രേറ്റീവ്, റെന്റ്, റേറ്റ്സ്, ടാക്സസ്, ഇൻഷുറൻസ്, ലൈറ്റിംഗ്, ഓഫീസ് എക്സ്പെൻസസ്, എക്സെട്ര. ഓക്കെ, indirect materials, printing and stationery, office supplies, etc. Legal charges, audit fee, corporate office expense like director, sitting fee, remuneration, commission, meeting expenses, etc. Ellam endurum administrative overheads. Then selling overhead. It is the cost related with the sale of product or services. It includes the following costs: salary, wages related to sales department. Okay, employees directly related with the selling of goods, rent, depreciation, maintenance of cost of related with the sales department. Okay, so that means factory, then ആദ്യം നമ്മൾ ഫാക്ടറി പ്രീമിയസ്, അവിടെ ഫാക്ടറി ഓവർഹെഡ്സിൽ വരും. ദെൻ ജനറൽ ഓവർഹെഡ് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് വരും നമ്മുടെ ഓഫീസ്. ദെൻ സെല്ലിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന എക്സ്പെൻഡിച്ചർ എല്ലാം നമുക്ക് എന്തിനുണ്ടല്ലോ പോകും സെല്ലിംഗ് ഓവർഹെഡ്. കോസ്റ്റ് ഓഫ് അഡ്വർടൈസ്മെന്റ്, മെയിൻ്റനൻസ്, വെബ്സൈറ്റ്, ഓൺലൈൻ സെയിൽസ്, മാർക്കറ്റ് റിസർച്ച്, എക്സെട്ര എല്ലാം എന്താണ് സെല്ലിംഗ് ഓവർഹെഡ്സ്. സോ പാക്കിംഗ് കോസ്റ്റ് സെക്കൻഡറി. പാക്കിംഗ് മെറ്റീരിയൽസ് ദാറ്റ് എനേബിൾ സ്റ്റോർസ്, ട്രാൻസ്പോർട്ട്, inform the customer, promote and otherwise make the product marketable. So that means കുറച്ചുകൂടെ മാർക്കറ്റബിൾ ആകും. ദാറ്റ് മീൻസ് അട്രാക്റ്റീവ് പാക്കിംഗ് വന്നു മാർക്കറ്റബിൾ ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് സെക്കൻഡറി പാക്കിംഗ്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ്. It includes the cost related to making goods available to the customers. The costs are salary and wages to employees engaged in distribution of goods, transportation and insurance cost related with the distribution, depreciation, hire charges, maintenance and other operating costs related with the distribution vehicles, etc. Okay, ഇതെല്ലാം എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. സോ ഇതാണ് നമ്മൾ പടിപടിയായിട്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്കിനി ഒരു കോസ്റ്റ് നമ്മളൊരു ഫോർമാറ്റ് ഇവിടെ പറയുന്നുണ്ട്. ഫോർമാറ്റ് ഓഫ് കോസ്റ്റ് ഫോർ എ മാനുഫാക്ചറിങ് എൻറ്റിറ്റിയാണ്. നമ്മൾ ഒരിക്കലും സർവീസ് പ്രൊവൈഡറുടെ അല്ല പറയുന്നത്, ബിക്കോസ് ഓരോ സ്റ്റേജും നമുക്ക് കാണിക്കാൻ നല്ലത് മാനുഫാക്ചറിങ് എൻറ്റിറ്റിയാണ്. സോ നമ്മൾ പറഞ്ഞതുപോലെ ആദ്യം എന്ത് പറഞ്ഞായിരുന്നു പ്രൈം കോസ്റ്റ്. സോ പ്രൈം കോസ്റ്റ് വേണമെങ്കിൽ നമുക്ക് നോക്കിയ ഒരു കോസ്റ്റ് ഷീറ്റ്. ഓക്കെ, പ്രൈം കോസ്റ്റിലേക്ക് എത്തണമെങ്കിൽ ആദ്യം particulars, amount. So നോക്കാം ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് പറയുന്നത് ഒരു ചോദിക്കാറുള്ളതാണ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഓക്കെ, സോ ഡയറക്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ്. ഡയറക്റ്റ് മെറ്റീരിയൽസ് കൺസ്യൂംഡ്. So direct material consumed എങ്ങനെയായിരുന്നു? Opening raw materials, add purchases less closing stock of raw material. So ഇത് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത് direct material consumed. So direct material consumed കൂടെ എന്ത് ആഡ് ചെയ്യും? direct labor ആഡ് ചെയ്യുന്നു. then add direct expenditure. So add ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നത് prime cost. So first ഇത് നമ്മൾ കിട്ടി prime cost. So നമ്മൾ എടുത്തിരിക്കുന്ന ഓപ്പണിംഗ് ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, അഡീഷൻസ്. സോ പർച്ചേസിലാണ് ശ്രദ്ധിക്കേണ്ടത് എന്താണ് കാരിയേജ് ഇൻവേർഡ് വരും. ദെൻ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ടാക്സസ് പേ ചെയ്തിട്ട് ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ പർച്ചേസ് കോസ്റ്റിൽ റോ മെറ്റീരിയൽ ആഡ് ചെയ്യും. ദെൻ എന്താണ് ഡയറക്റ്റ് പ്രൈം കോസ്റ്റ് വരെ. ദെൻ ആഡ് ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക്സ് കോസ്റ്റ്. ആഡ് ഫാക്ടറി ഓവർഹെഡ്സ്, വർക്ക്സ് അല്ലെങ്കിൽ ഫാക്ടറി ഓവർഹെഡ്. ഇത് ആഡ് ചെയ്താലാണ് നിൽക്കുന്നത് ഗ്രോസ് വർക്ക്സ് കോസ്റ്റ്. ഇവിടെ ശ്രദ്ധിച്ചോണം, ഈ ഗ്രോസ് വർക്ക്സ് കോസ്റ്റ് കഴിഞ്ഞാണ് എന്ത് ചെയ്യുന്നത് ആഡ്
opening work in progress, less closing work in progress, less closing work in progress. So ഇത് രണ്ടും ലെസ് ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് കിട്ടുന്നത്? വർക്ക്സ് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ്, വർക്ക്സ് കോസ്റ്റ്. സോ വർക്ക്സ് കോസ്റ്റ് കിട്ടും, വർക്ക്സ് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ്. ഓക്കെ, ദെൻ ആഡ് ക്വാളിറ്റി കൺട്രോൾ കോസ്റ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, പ്രൊഡക്ഷൻ ആക്ടിവിറ്റി, ദെൻ ലെസ് ക്രെഡിറ്റ് റിക്കവറീസ്, ആഡ് പാക്കിംഗ് പ്രൈമറി. അതെല്ലാം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ അഡീഷണൽ ഓവർഹെഡ്സ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, സോ ആഡ് ചെയ്യാം. ആഡ് ക്വാളിറ്റി കൺട്രോൾ കോസ്റ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ്, സോ ഇതിന് ആട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അഡ്മിൻ ഓവർഹെഡ് ജനറൽ അല്ല, റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ, അങ്ങനെയുള്ള എല്ലാം ആഡ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നതാണ് എന്ത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. സോ പാക്കിംഗ് ഉണ്ട്, പ്രൈമറി പാക്കിംഗ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. സോ ഇവിടെ ആഡ് ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഒന്ന് ശ്രദ്ധിക്കണം, ഇവിടെ നമുക്കൊരു സ്റ്റെപ്പ് വേണമെങ്കിൽ എഴുതാവുന്നതാണ്. ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ്, ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽസ്. ശ്രദ്ധിക്കണം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽസ്. സോ ഇത്ര എന്താണ്? അവൈലബിൾ ഫോർ സെയിൽസ് ആണ്. ബട്ട് ഇതിൽ നിന്ന് എന്താണ്? ലെസ്. ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ, സോ ഇതിനകത്തൂടെ എന്ത് ചെയ്യാം? ആഡ് admin overhead, general, okay, general admin overhead, selling overhead, distribution overheads. ഇവിടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് സെയിൽസ്, കോസ്റ്റ് ഓഫ് സെയിൽസ്. ഓക്കെ, സോ നോർമലി നമുക്ക് പ്രോഫിറ്റ് ചോദിക്കാൻ കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ കൂടെ പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്യണം. അല്ലേ, നമുക്ക് ഇത്രയാണ് ആക്ച്വലി ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആയിരിക്കുന്ന കോസ്റ്റ് ആയിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ എന്താണ്? സോ അതേ വിലക്ക് നിൽക്കും, അല്ലെങ്കിൽ അതിൽ കുറച്ച് പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും എന്താണ്? സെയിൽ പ്രൈസ് അല്ലെങ്കിൽ സെയിൽ വാല്യൂ. ഇതാണ് നമ്മുടെ കോസ്റ്റ് ഷീറ്റ്. സോ ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ്, അതിനകത്ത് പർച്ചേസസ് ആണ് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ്, ഫസ്റ്റ് വരുന്ന അഡ്ജസ്റ്റ്മെന്റ് വരുന്ന ഏരിയ. ദെൻ റോ മെറ്റീരിയൽ, ദെൻ ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ, പ്രൈം കോസ്റ്റ് കിട്ടി. ദെൻ ഫാക്ടറി ഓവർഹെഡിനകത്ത് കുറേ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ് ഫാക്ടറി ഓവർഹെഡിൽ വരുന്നത്? സോ അത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഗ്രോസ് വർക്ക്സ് കോസ്റ്റ് കിട്ടും. ഓപ്പണിംഗ് WDV, ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസും ക്ലോസിംഗ് ആഡ് ചെയ്തിട്ട് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോസസ്സിൽ നമുക്ക് എന്താണ്? നെറ്റ് വർക്ക് സോഴ്സ് അല്ലെങ്കിൽ വർക്ക് സോഴ്സ് കിട്ടും. ദെൻ അതിൻ്റെ കൂടെ ക്വാളിറ്റി കൺട്രോൾ കോസ്റ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ദാറ്റ് മീൻസ് അഡ്മിനിസ്ട്രേഷൻ, ജനറൽ അല്ലാത്ത ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റോട് വരുന്ന അഡ്മിനിസ്ട്രേഷൻ എല്ലാം ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതിൻ്റെ കൂടെ ഫിനിഷ്ഡ് ഗുഡ്സ്, ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്താൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽസ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽസ്. ദെൻ ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്താൽ എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ദെൻ അതിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, സെല്ലിംഗ് ഓവർഹെഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഒക്കെ ആഡ് ചെയ്താൽ കോസ്റ്റ് ഓഫ് സെയിൽസ്. അതിൻ്റെ കൂടെ പ്രോഫിറ്റ് കൂടി ഇട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സെയിൽ പ്രൈസിൽ എത്തുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ കോസ്റ്റ് ഷീറ്റ് വരുന്നത്. ഇതിനകത്ത് ഇനി ഒരു അഡീഷണൽ ട്രീറ്റ്മെന്റ്സ് നോക്കാം. ട്രീറ്റ്മെന്റ് ഓഫ് വേരിയസ് ഐറ്റം. അബ്നോർമൽ കോസ്റ്റ്. Abnormal cost where it is material and quantifiable shall not form part of cost of production. Okay. Acquisition or supply of goods or portion of service. Example abnormal cost. So COVID-19 case വരുന്നാൽ ഒരു പാൻഡമിക് വന്നു, ഒരു ലോക്ക്ഡൗൺ വന്നു കഴിഞ്ഞാൽ ഒന്നും നമ്മുടെ ഇതിനകത്ത് വരുന്നില്ല. അബ്നോർമൽ കോസ്റ്റ് ആണ്. അത് കോസ്റ്റ് ഷീറ്റിൽ ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ടല്ല. So any subsidy type of payment received or receivable are reduced from cost object which such amount pertains. So എന്തെങ്കിലും റെഡ്യൂസ് ചെയ്യുന്ന ഏത് ഒബ്ജക്റ്റുമായിട്ടാണോ അത് പെർട്ടൈൻ ചെയ്യുന്നത് അതിൽ നിന്ന് റെഡ്യൂസ് ചെയ്യും.
പെനാൽറ്റി ഫൈൻ ഒന്നും എന്താണ് നോട്ട് ഫോമിംഗ് പാർട്ട് ഓഫ് കോസ്റ്റ്. സോ ഇൻട്രസ്റ്റ് ആൻഡ് അതർ ഫിനാൻസ് കോസ്റ്റ്. സോ ഇതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. സോ 2021 സോ പണ്ട് നമ്മൾ കോസ്റ്റ് ഷീറ്റ് വെക്കുമ്പോൾ EBIT ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന രീതിയിൽ നമ്മൾ ഇൻട്രസ്റ്റ് അങ്ങനെ കാണിക്കാറില്ലായിരുന്നു. ഇൻട്രസ്റ്റ് ഇൻക്ലൂഡിംഗ് പേയ്മെന്റ് ഇൻ നേച്ചർ ഓഫ് ഇൻട്രസ്റ്റ് ഫോർ യൂസ് ഓഫ് നോൺ ഇക്വിറ്റി ഫണ്ട് ആൻഡ് ഇൻസിഡന്റൽ കോസ്റ്റ് ദാറ്റ് an entity incurs in arranging those funds. ഇൻട്രസ്റ്റ് നമ്മളൊരു ഈ ഫണ്ട് എല്ലാം പറയുന്നത് ബിസിനസിന്റെ പല കാര്യങ്ങൾക്കായിരിക്കും. സോ ഇൻട്രസ്റ്റ് ആൻഡ് ഫിനാൻസ് ചാർജസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. സോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനകത്ത് ഇൻക്ലൂഡ് ചെയ്തില്ല. ബട്ട് ഇൻട്രസ്റ്റ് ആൻഡ് ഫിനാൻസ് ഷാൽ ബി പ്രസന്റഡ് ഇൻ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആസ് സെപ്പറേറ്റ് ഐറ്റം ഓഫ് കോസ്റ്റ് ഓഫ് സെയിൽസ്. ഓക്കെ, സോ കോസ്റ്റ് ഓഫ് സെയിൽസിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കാണിക്കാം? ഈ പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആൻഡ് ജനറലിനകത്ത് നമുക്ക് എന്ത് വരാം, അല്ലെങ്കിൽ മാർക്കറ്റിംഗ്. സോ കോസ്റ്റ് ഓഫ് സെയിൽസിലേക്ക്, സെല്ലിംഗ് ഓവർ ഹെഡ് കോസ്റ്റ് ഓഫ് സെയിൽസിലേക്ക് എത്തുമ്പോഴത്തേക്ക് എന്താണ് ആ ഒരു കോസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് ഇൻട്രസ്റ്റ് ആൻഡ് അതർ ഫിനാൻസ് കോസ്റ്റസ്. Advantage of cost sheet. Okay, so main advantage cost sheet are of course provide the total cost figure. Okay, so now we have total cost figure as per unit, as well as cost per unit production. It helps in cost comparison. So the product and product compare cheyanattu. So preparation, it facilitates preparation of cost estimates required for submitting tender ഒക്കെ സബ്മിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ്. സോ നമുക്ക് പ്രോഫിറ്റ് എലമെന്റും കൂടെ ചേർത്തിട്ട് വേണം എന്തെങ്കിലും ടെൻഡർ സബ്മിറ്റ് ചെയ്യാൻ. സോ അതിന്റെ കറക്റ്റ് ഒരു കോസ്റ്റ് ഷീറ്റ് വരച്ചാൽ നമുക്ക് എന്ത് കോസ്റ്റ് ആവും, നമുക്ക് എന്ത് പ്രോഫിറ്റ് വേണം എന്നൊക്കെ നമുക്ക് അനലൈസ് ചെയ്തിട്ട് ടെൻഡർ കോട്ട് ചെയ്യാൻ പറ്റും. പ്രൊവൈഡ് സഫീഷ്യന്റ് ഹെൽപ്പ് അറൈവിംഗ് the figure of selling price. സോ സെല്ലിംഗ് പ്രൈസിലേക്ക് എത്താൻ, ദാറ്റ് മീൻസ് എനിക്ക് എന്ത് കോസ്റ്റ് ആയി എന്ത് പ്രോഫിറ്റ് ഇട്ട് ഞാൻ സെല്ലിംഗ് പ്രൈസ് എത്തണം, സെല്ലിംഗ് പ്രൈസിൽ ആ ഫിഗറിൽ ഞാൻ എങ്ങനെ എത്തണം എന്ന് സഫീഷ്യന്റ് ഹെൽപ്പ് ടു അറൈവിങ്, ആ ഒരു ഫിഗറിൽ അറൈവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ടു ഫെസിലിറ്റേറ്റ് കോസ്റ്റ് കൺട്രോൾ ബൈ ഡിസ്ക്ലോസിങ് ഓപ്പറേഷണൽ എഫിഷ്യൻസി. ഓക്കെ, സോ കോസ്റ്റ് കൺട്രോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷനിൽ ഡിസ്കസ് ചെയ്ത കോസ്റ്റ് കൺട്രോളിലേക്ക് എത്താനായിട്ടും ഓപ്പറേഷണൽ എഫിഷ്യൻസിക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു ഒരു കോസ്റ്റ് ഷീറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മളൊരു കോസ്റ്റ് ഷീറ്റിൽ വരുന്നത്. സോ നമുക്ക് കോസ്റ്റ് ഷീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം. സോ ഫസ്റ്റ് വൺ, പ്രിപ്പയർ എ കോസ്റ്റ് ഷീറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ഫോർ the year from the following data. Particulars January 1st, 31st December. So current year and stock of raw material. So January 1st raw material means endana idu opening endana closing, the opening finished goods, closing finished goods, opening work in progress, closing work in progress. Then raw material purchased carriage inward. So raw material purchased ഇത് രണ്ടും എന്തിനകത്ത് വരും, raw material പർച്ചേസിനകത്ത് വരും. Then wages, നമുക്ക് ഒരു കോസ്റ്റ് ഷീറ്റ് സ്റ്റാർട്ട് ചെയ്യാം. കോസ്റ്റ് ഷീറ്റ് particulars, amount rupees. So നമുക്ക് ആദ്യം എന്താണ് വേണ്ടത്, raw material consumed കണ്ടുപിടിക്കാനായിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് raw material എത്രയായിരുന്നു, 4 lakh. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് raw material, $4 lakh. Then add purchase of raw material. നമ്മൾ കോസ്റ്റ് ഷീറ്റിന് തിയറിയിൽ നമ്മൾ പഠിച്ചാൽ raw material പർച്ചേസിനകത്ത് എന്തെങ്കിലും raw material purchase cost പ്ലസ് carriage inward വരും. സോ raw material purchase carriage inwards രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. എത്രയായിരുന്നു, 47,50,000, 1,25,000, 47,50,000 plus 1,25,000 ആഡ് ചെയ്യുമ്പോൾ 48,75,000. then so opening raw material, then less closing raw material, closing stock of raw material എത്രയായിരുന്നു,
സോ ഇതെടുത്ത് നമുക്ക് ഓരോ അഡ്ജസ്റ്റ് ഈ അടുത്തെടുത്തു, ഇതെടുത്തു 5 lakh ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. അത് റെഡ്യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റോ മെറ്റീരിയൽ കൺസ്യൂംഡ്. സോ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എത്ര വരും? 47,75,000. Then raw material consumed duty, then add direct labor. So അത് കഴിഞ്ഞു ഈ അഡ്ജസ്റ്റ്മെന്റ് എടുത്തു, ഇതെടുത്തു. വേജസ്, വർക്ക് മാനേജർ സാലറി, ഫാക്ടറി. സോ എന്തുമാത്രമാണ് ഡയറക്റ്റ് ലേബർ വരുന്നത്? വേജസ് മാത്രമാണ് ഡയറക്റ്റ് ലേബർ വരുന്നത്. സോ ഓരോ അഡ്ജസ്റ്റ്മെന്റ് എടുക്കുന്ന അനുസരിച്ച് ടിക്ക് അടിച്ചു പോവാം. വേജസ് മാത്രമാണ് വരുന്നത്. എത്രയാണ്? 17 lakh. 17,50,000. 17,50,000. So direct labor. Then add direct expenses. So നമുക്ക് അറിയാം work manual salary, factory, power expense, sales, selling expense. So direct expense ഒന്നും തന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. സോ ഇതിന് ആഡ് ചെയ്യാൻ കിട്ടുന്നതാണ് എന്ത്? പ്രൈം കോസ്റ്റ്. സോ എത്ര വരും പ്രൈം കോസ്റ്റ്? 47,75,000, 17,50,000, 65,20,000. Then സോ ഇതിൻ്റെ കൂടെ പ്രൈം കോസ്റ്റ് കിട്ടിയാൽ എൻ്റെ കൂടെ എന്താണ്? ആഡ് ഫാക്ടറി ഓവർ ഹെഡ്സ്. ആഡ് ഫാക്ടറി ഓവർ ഹെഡ്സ്. സോ ഫാക്ടറി ഓവർ ഹെഡ്സ് ഏതൊക്കെ വരുന്നുണ്ട്? വർക്ക്സ് മാനേജേഴ്സ് സാലറി ഫാക്ടറി ഓവർ ഹെഡ് ആണ്. സോ സാലറി ഓഫ് ഫാക്ടറി എംപ്ലോയീസ്. ദെൻ ഫാക്ടറി ഓഫീസ് വരത്തില്ല. ഫാക്ടറി റെന്റ് ആൻഡ് ഇൻഷുറൻസ് ഇവിടെ വരാം. Then power expenses, factory varna. Other production expenses, bad debts written off varthilla. Loose tools written off നമുക്ക് factory overhead വരാം. സോ എന്തൊക്കെ വരുന്നുണ്ട്? വർക്ക്സ് മാനേജർ സാലറി, ഒരു 3 lakh. Then salary factory employees, അതും ഒരു 3 lakh ആണ് വരുന്നത്. Then factory rent and insurance 72,500. Power expenses 95,000. Other production expenses 4,20,000. Loose tools written off 10,000. So 11,97,500 ആണത് ഫാക്ടറി ഓവർ ഹെഡ്. സോ പ്രൈം കോസ്റ്റിന്റെ കൂടെ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഫാക്ടറി ഓവർ ഹെഡ് ഗ്രോസ് ഫാക്ടറി കോസ്റ്റ്. സോ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 77 lakhs 22,500. 22,500. So gross factory cost again add opening work in progress less closing work in progress. So net factory cost and factory cost.
ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ക്ലോസിംഗ് 60,000 ക്ലോസിംഗ് 1,50,000 സോറി വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് 1,50,000 1 lakh so 1,50,000 ആഡ് ചെയ്യുക ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 1,50,000 ആഡ് ചെയ്യുക ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ടുള്ള 1 lakh ലെസ് ചെയ്യാം സോ എത്ര കിട്ടും ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഫാക്ടറി കോസ്റ്റ് 77 lakhs 72,500 then factory cost ന്റെ കൂടെ ആഡ് quality control cost 15,000 ഉണ്ട് അത് ആഡ് ചെയ്യാം then add research and development cost 15,000 so ഇതിന് attributable ആണെങ്കിൽ നമുക്ക് അവിടെ ആഡ് ചെയ്യാം so ആഡ് ചെയ്താൽ കിട്ടുന്നത് എന്താണ് cost of production എത്ര കിട്ടും 78,02,500 so cost of production കിട്ടിക്കഴിഞ്ഞാൽ അതിലൂടെ എന്ത് ചെയ്യാം add opening finished goods less closing finished goods opening finished goods എത്രയാണ് 60,000 closing finished goods എത്രയാണ് 1,50,000 okay question കിട്ടുന്നത് എന്താണ് cost of goods sold എത്രയാണ് 77,12,500 then add administration overhead so administration overhead le salary of office staff ഒരു 2 lakhs ഉണ്ട് salary 2 lakhs ഉണ്ട് then general expenses ഒരു 3,20,000 ഉണ്ട് then bank charges എന്താണ് ഓഫീസിന്റെ പല കാര്യങ്ങൾക്കാണ് ബാങ്ക് ചാർജസ് വരുന്നത് അതും എന്താണ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സിൽ സോ തുടർന്ന് 5,25,000 then add selling overheads okay so എന്തൊക്കെ ഉണ്ട് സാലറി ഉണ്ട് അല്ലേ സെയിൽസ്മാന്റെ സാലറി ഉണ്ട് ഒരു 1 lakh then selling expenses ഒരു 92,500 so again 1,92,500 so cost of goods sold ഇവിടെ selling overhead administration overhead ഇവിടെ നമുക്ക് വേറെ distribution overheads ഒന്നും ക്വസ്റ്റ്യൻ ഇല്ല സോ നമുക്ക് എന്ത് കിട്ടും കോസ്റ്റ് ഓഫ് സെയിൽസ് എത്ര വരും 84 lakhs സോ ഇതിൻ്റെ കൂടെ എന്താണ് ആഡ് പ്രോഫിറ്റ് സോ കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്തതാണ് നമുക്ക് കിട്ടുന്നത് സെയിൽസ് ആക്ച്വൽ സെയിൽസ് വാല്യൂ അത്രയും നമുക്ക് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ് സെയിൽസ് ഗിവൺ ആണ് ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ അറിയാം ബാഡ് ഡെറ്റ്സ് റിട്ടേൺ ഓഫ് നമ്മുടെ ഇതിനകത്ത് കോസ്റ്റ് ഷീറ്റിൽ എവിടെയും വരത്തില്ല ഡിവിഡൻഡ് പെയ്ഡ് വരത്തില്ല ഇൻകം ടാക്സ് പ്രൊവിഷൻ നമ്മുടെ കോസ്റ്റ് ഷീറ്റിൽ വരത്തില്ല ഗുഡ്വിൽ റിട്ടേൺ ഓഫ് വരത്തില്ല GST പെയ്ഡ് സോ GST പെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് മെഷീനറി റീപ്ലേസ്മെന്റ് ഫണ്ട് വരത്തില്ല സോ ബാങ്ക് ചാർജ് എടുത്തു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ സോ സെയിൽസ് എത്രയായിരുന്നു ഫിഗർ എത്രയായിരുന്നു 90 lakhs സോ കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ കൂടെ പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും സെയിൽസ് കിട്ടും 90 lakhs സോ എത്രയായിരിക്കും പ്രോഫിറ്റ് വരുന്നത് 5,70,30 ആണ്
5,70,000 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പ്രോഫിറ്റ്. ഇത് ബാലൻസിങ് ഫെയർ ആയിട്ട് കിട്ടി 5,70,000. സോ ഇതാണ് നമുക്കൊരു നോർമൽ സെനാരിയോ നമുക്ക് വന്നിരിക്കുന്ന കുറേ അഡ്ജസ്റ്റ്മെന്റ്സ് വന്നിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കോസ്റ്റ് ഷീറ്റ് വന്നു കഴിഞ്ഞാൽ. സോ ഏതൊക്കെ വരും, എവിടെയൊക്കെ വരും, അതായത് എല്ലാം കൂടെ ആഡ് ചെയ്ത് ഒരു ഫൈനൽ വാല്യൂ ചുമ്മാ എത്തുന്നതിനല്ല കാര്യം. സോ ഏതൊക്കെ വരില്ല ഇതൊന്നും നമുക്ക് നോട്ടായിട്ട് എഴുതാം. ഇതൊന്നും കോസ്റ്റ് ഷീറ്റിന്റെ പാർട്ടായിട്ട് വരുന്നില്ല. എക്സ്പെൻഡിച്ചർ എല്ലാം ഫിനാൻസ് അക്കൗണ്ടിങ്ങിൽ വരുന്നതാണ്. കോസ്റ്റ് ഷീറ്റ് പ്രോഡക്റ്റിൽ ആട്രിബ്യൂട്ടബിൾ ആകുന്നതല്ല. Then next question. Prepare a cost sheet ascertaining selling price per unit of the product from the following: direct material 12.5% of selling price, direct labor 7.5% of selling price, production overhead 1/3 of prime cost, general administration overhead 100% of factory cost, profit rupees 750 per unit 15% of sales. So direct expense ignore ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ക്വാളിറ്റി കൺട്രോൾ കോസ്റ്റ്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, പ്രൊഡക്ഷൻ ഓവർഹെഡ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ് ഒക്കെ ഇഗ്നോർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. സോ നമുക്ക് നോക്കാം ഒരു കോസ്റ്റ് ഷീറ്റ്. Particulars, percentage, amount, rupees. So now we learn direct material. Direct material, direct labor, direct expense illa. So idu mooru add cheyyumbol namukku endu kittunna prime cost. So iloda add production overhead add cheyyumbol namukku endu kittunnathu factory cost. So iloda vera onnum add cheyyunnathu idu thanne aayirikkum endu cost of production. Cost of production same ആയിരിക്കും, then ആയിരിക്കും. Then direct labor, production overhead, general administration overhead, cost of production കഴിഞ്ഞ് കഴിഞ്ഞാൽ add admin overhead, admin general administration overhead. So അതെല്ലാം കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ നോക്കാം. കോസ്റ്റ് ഓഫ് സെയിൽസ്, then add profit, കൂടെ ആഡ് ചെയ്താലാണ് നമുക്ക് എന്തെങ്കിലും സെയിൽസ്. സോ സെയിൽസ് നമുക്ക് എല്ലാം നമുക്ക് സെയിൽസിന്റെ ബേസ് ആണെങ്കിൽ സെയിൽസ് 100% എടുക്കാം. സെയിൽസ് 100%. സോ ഡയറക്റ്റ് മെറ്റീരിയൽ എത്രയാണ്, പ്രോഫിറ്റ് എത്ര പെർസെൻറ്റേജ് വന്നിരിക്കുന്നു, 15% ആണ്. 15% ആണെങ്കിലും നമുക്ക് വാല്യൂ എത്ര തന്നിരിക്കുന്നു, 750 തന്നിരിക്കുന്നു. സോ പ്രോഫിറ്റ് 15% ആണെങ്കിൽ, സെയിൽസിന്റെ 15% ആണെങ്കിൽ സെയിൽസ് നമുക്ക് കണ്ടുപിടിക്കാം. സെയിൽസ് ഇസ് ഈക്വൽ ടു 750 ഡിവൈഡഡ് ബൈ 15% കിട്ടും 5,000. 750 divided by 15% is 5,000. Then നമുക്ക് ഓരോന്നായിട്ട് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ച് നോക്കാം. സെല്ലിംഗ് റോ മെറ്റീരിയൽ 12.5%, 12.5%. ഇത് എത്രയാണ്, 17.5%. സോ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടും പ്രൈം കോസ്റ്റ് 30%. സോ പ്രൈം കോസ്റ്റിന്റെ 1/3 ആണ് പ്രൊഡക്ഷൻ ഓവർഹെഡ്. പ്രൊഡക്ഷൻ ഓവർഹെഡ് 30% 1/3 എന്ന് പറയുമ്പോഴത്തേക്കും എത്ര വരും, 30% ഇൻറ്റു 1/3 10%. സോ പ്രൊഡക്ഷൻ ഇവിടെ കിട്ടുന്നത് ഫാക്ടറി കോസ്റ്റ് എത്ര വരും, ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്ര വരും, 40%. ദെൻ ഫാക്ടറി കോസ്റ്റിന്റെ 100% ആണെങ്കിൽ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് അപ്പോൾ എത്ര വരും, അതൊരു 40% വരും. സോ ദാറ്റ് മീൻസ് ഇവിടെ 40%, 40, 80 പ്ലസ് 15 95 ഉണ്ട്. ഇവിടെ എന്തോ ഒരെണ്ണം മിസ്സിംഗ് ആണ്. നമുക്ക് എന്ത് കൊടുക്കാം, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് കൊടുക്കാൻ എത്രയാണ് മിച്ചം വരുന്നത്, ഒരു 5% ആണ്. ഇതൊരു ബാലൻസിങ് ഫിയർ ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്.
സോ നമുക്ക് ഓരോന്ന് നമ്മൾ പെർസെൻറ്റേജ് സെയിൽസിൻ്റെ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ ഇനി നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ 50,000 5,000 12.5%, 625, then 17.5%, 875. സോ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന 1,500. ദെൻ അതിൻ്റെ 1/3 എടുക്കുമ്പോഴത്തേക്കും 500. സോ ഫാക്ടറി കോസ്റ്റ് 2,000. Again 2,000. 40% 2,000. Then 5%, 250. 5,000 5% 250. So 750 ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടി? ബാലൻസിങ് ഫെയർ ആയിട്ട് വരുന്നതാണിത്, ഈ 5% ഈ 250. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കോഷീറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് ബേസിസിലുള്ള ഒരു പ്രോബ്ലം. സോ നമ്മൾ എന്ത് ചെയ്തു? കോഷീറ്റ് പ്രിപ്പയർ ചെയ്തു. കൂടെ ഉള്ളത് ആ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് പ്രോബ്ലം. ദെൻ നെക്സ്റ്റ് വൺ, fire occurred in factory premise as on 31st December. Records are destroyed. Certain records kept in another building gives the following information: direct material purchased, work in progress as on 1st November, direct material 1st November, finished goods 1st November, sales revenue, direct labor, prime cost, cost of goods available for sales 5,55,775, indirect manufacturing cost 40%, conversion cost. So very important, conversion cost. Gross margin based on revenue 30%, sales inde 30% ആണ്. സോ നമുക്കിവിടെ ഒരു കോസ്റ്റ് ഷീറ്റ് വരയ്ക്കാം. So particulars, workings, amount, rupees. So direct materials, opening stock പറയാം. Opening stock of raw material directly given ആണ്. എത്രയാണ്? 20. Direct material 20,000. Opening raw material 20,000. Then add purchases. Material purchased 2,50,000. Then less closing stock, less closing raw material. അത് നമുക്കറിയില്ല, ക്വസ്റ്റ്യനിലൊന്നും തന്നിട്ടില്ല, ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് റിവേഴ്സ് വർക്കിംഗ് ആണ് ഇവിടെ വരുന്നത്. ദെൻ പിന്നെ നമുക്കുള്ള എന്താണ്? ക്ലോസിങ് റോ മെറ്റീരിയലൂടെ ചെയ്യുമ്പോൾ നമുക്ക് എന്തായിട്ട് റോ മെറ്റീരിയൽ കൺസ്യൂംഡ്. സോ കണ്ടുപിടിക്കേണ്ട ഒന്നാണ് ക്ലോസിങ് ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻവെന്ററി അല്ലെങ്കിൽ ക്ലോസിങ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. സോ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ആൻഡ് direct labor. So direct labor, direct material purchased. So direct material purchase നമ്മൾ ഇതെടുത്തു, direct material ഇതെടുത്തു. direct labor question തന്നിരിക്കുന്നു 2,22,250. direct labor 2,22,250. 2,22,250. then direct labor, direct expenditure, prime cost, direct expenditure പ്രത്യേകിച്ച് ഒന്നും തന്നില്ല. So add direct expenditure mean എന്ത് കിട്ടും? prime cost. prime cost ആണല്ലോ 3,97,750. 3,97,750 ആണത് പ്രൈം കോസ്റ്റ്. ഇതിലൂടെ ആഡ് ഫാക്ടറി ഓവർഹെഡ്. സോ ഇൻഡയറക്റ്റ് മാനുഫാക്ചറിങ് കോസ്റ്റ്, ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത് 40% കൺവേർഷൻ കോസ്റ്റ്. നമുക്ക് അതിനകത്തോട്ട് വരാം. ഫാക്ടറി ഓവർഹെഡ്സ്. സോ ഫാക്ടറി ഓവർഹെഡ് കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നത്
ഫാക്ടറി കോസ്റ്റ് ആണ്. ആഡ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ലെസ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. സോ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. ഫിനിഷ്ഡ് ഗുഡ്സ് വർക്ക് ഇൻ പ്രോഗ്രസ് 40,000. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 40,000. ക്ലോസിങ്ങിനെ കുറിച്ച് അറിയില്ല, ഉണ്ടെങ്കിൽ നമുക്ക് എന്തായിട്ട് കിട്ടണം, റിവേഴ്സ് വർക്കിങ്ങിൽ ബാലൻസിങ് ഫിഗർ ആയിട്ട് കിട്ടണം. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. ദെൻ ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ആഡ് ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ്. സോ ക്വസ്റ്റ്യൻ്റെ ഡയറക്റ്റ്ലി ഗിവൺ ആണ്. ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് 37,750. സോ 37,750. ദെൻ ലെസ് ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ്. അത് നമുക്ക് ഉണ്ടെങ്കിൽ ബാലൻസിങ് ഫിഗർ ആയിട്ട് കിട്ടേണ്ടതാണ്. കോസ്റ്റ് ഓഫ് ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽസ് ഉണ്ട്. സോ അവിടെ ശ്രദ്ധിക്കണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽസ് ആണെങ്കിൽ നമുക്ക് എന്താണ്, ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽസ്. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽസ് ആണ് 5,55,775. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ലെസ് ചെയ്യാം, ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ്. ലെസ് ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ്. ലെസ് ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. Cost of goods sold cost of goods available. Then add selling and distribution overhead. അതൊന്നും ക്വസ്റ്റ്യനിൽ പറയാത്ത കാരണം ഇതിലായിട്ട് എടുക്കാം. സോ തന്നെയായിരിക്കും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നായിരിക്കും കോസ്റ്റ് ഓഫ് സെയിൽസ്. ദെൻ കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ കൂടെ എന്തുകൂടെ ആഡ് ചെയ്യുക, പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, സെയിൽസ്. ആഡ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, സെയിൽസ്. ഇപ്പോഴും നമുക്ക് ആ ഒരു ഫോർമാറ്റ് വരച്ചിടുക, അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ചെയ്യുക, തന്നിരിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് റിവേഴ്സ് വർക്കിംഗിൽ ആൻസർ കിട്ടുന്ന രീതിയിൽ കോസ്റ്റ് ചോദിക്കാറുണ്ട്. സോ സെയിൽസ് വാല്യൂ നമുക്കറിയാം, നോക്കാം. സെയിൽസ് റവന്യൂ 7,50,000. 7,50,000. സോ പ്രോഫിറ്റ് എത്രയാണ്, സെയിൽസിന്റെ 30% ആണ് പ്രോഫിറ്റ്. സെയിൽസിന്റെ 30% ആണ് പ്രോഫിറ്റ്. സോ 30%. സോ 7,50,000 into 30% കിട്ടും 2,25,000. സോ റിവേഴ്സ് മെയിലേക്ക് 7,50,000 2,25,000 കുറച്ച് എത്ര വരും, 5,25,000 കോസ്റ്റ് ഓഫ് സെയിൽസ്. ഇത് രണ്ടും ഇല്ലാത്തതിന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ത് വരും, 5,25,000. സോ 5,55,000 നിന്ന് എത്ര കുറച്ചാൽ 5,55,000, 75 നിന്ന് 5,55,775 മൈനസ് 5,25,000 നമുക്ക് എത്ര കിട്ടും, 30,000. സോ ഇതായിരിക്കും ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് 30,775. സോ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഒരു ആൻസറായി ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ്. ദെൻ ഇതെല്ലാം റിവേഴ്സ് വർക്കിംഗ് ആണ്. ദെൻ വന്നു 5,75,000. ദെൻ 3 lakh കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ ഇതിനകത്ത് നോക്കിയാൽ അറിയാം, റോ മെറ്റീരിയൽ കൺസ്യൂം, ഫാക്ടറി ഓവർഹെഡ്. ഫാക്ടറി ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഇവിടെ നമുക്കൊരു ഇതാണ് ഒരു അഡീഷണൽ കൺവേർഷൻ കോസ്റ്റ്. സോ ഈ കൺവേർഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ വെരി ഇമ്പോർട്ടൻറ്റ്, കൺവേർഷൻ കോസ്റ്റ്. നമുക്കറിയാം റോ മെറ്റീരിയൽ കൺവേർട്ട് ചെയ്ത് അടുത്തൊരു സ്റ്റേജിലേക്ക് വരുന്നതിനായിട്ട് വേണ്ട കോസ്റ്റ് എന്തൊക്കെയാണ്, കൺവേർഷൻ കോസ്റ്റ്. സോ ഡയറക്റ്റ് ലേബർ വരത്തില്ല, ഡയറക്റ്റ് മെറ്റീരിയൽ വരത്തില്ല, ഡയറക്റ്റ് ലേബർ പ്ലസ് ഫാക്ടറി ഓവർഹെഡ് രണ്ടുകൂടെ ആഡ് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടണം, കൺവേർഷൻ കോസ്റ്റ് കിട്ടണം.
സോ ഈ കൺവേർഷൻ കോസ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? കൺവേർഷൻ കോസ്റ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്താണ്? ഇൻഡയറക്റ്റ് മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 40% ഓഫ് കൺവേർഷൻ കോസ്റ്റ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത് എത്രയാണ്? സോ കൺവേർഷൻ കോസ്റ്റ് 100% എടുത്തു കഴിഞ്ഞാൽ ഫാക്ടറി ഓവർഹെഡ് എത്രയാണ്? 40% ഓഫ് കൺവേർഷൻ കോസ്റ്റ്. ഓക്കെ, സോ ഇത് മിച്ചം ഡയറക്റ്റ് ലേബർ എത്രയായിരിക്കും? റിമൈനിങ് 60% ഓഫ് കൺവേർഷൻ കോസ്റ്റ്. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ് ലേബർ 60% ഓഫ് ഡയറക്റ്റ് ലേബർ ഓൾറെഡി നമുക്കറിയാം. ഡയറക്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റ് ലേബർ അറിയാം 2,22,000. സോ അത് 40% 60% ആണ്. സോ So 2,22,250 ആണ് ഡയറക്റ്റ് ലേബർ. അതെന്ന് പറഞ്ഞാൽ 60%. സോ 60% ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? കൺവേർഷൻ കോസ്റ്റ് കിട്ടും. അതിൻ്റെ 40% എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫാക്ടറി ഓവർഹെഡ്. സോ ഫാക്ടറി ഓവർഹെഡ്, സോ വെരി ഇമ്പോർട്ടൻറ്റ് അഡ്ജസ്റ്റ്മെന്റ്. സോ ഫാക്ടറി ഓവർഹെഡ് 2,22,250 ഡിവൈഡ് ബൈ 60 into 40 എടുക്കുന്ന എത്ര കിട്ടും? 14,81,666 എന്നുള്ള രീതിയിൽ. സോ 1,08,166. സോ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. 1,48,167. ഫാക്ടറി ഓവർഹെഡ് നമുക്ക് നേരെ ഇവിടെ കൊടുക്കാം. ഫാക്ടറി ഓവർഹെഡ് 3,97,000 കഴിഞ്ഞ് കഴിഞ്ഞാൽ 1,48,167. ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഫാക്ടറി കോസ്റ്റ് 5,45,970. ദെൻ സോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽസ് ഓപ്പണിംഗ് അത് LS ചെയ്ത് കഴിഞ്ഞാൽ 5,55,775 മൈനസ് 37,750 നമുക്ക് എന്ത് കിട്ടും? റിവേഴ്സ് വർക്കിങ്ങിൽ 5,18,025 ആണ് എന്ത് വരുന്നത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. സോ ഇവിടെ നമുക്ക് 5,45,000. സോ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഒരെണ്ണം കൂടെ അമിച്ചുള്ള 5,45,917 പ്ലസ് 40,000 5,85,000 ആണ്. മൈനസ് 5,18,205 കിട്ടും 67,892. സോ ഇതാണ് നമുക്ക് അടുത്ത കമ്പ്യൂട്ട് ചെയ്യുന്നത്. 67,892. സോ ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെന്ററി, വർക്കിംഗ് പ്രോഗ്രസ് ഇൻവെന്ററി, ഡയറക്റ്റ് മെറ്റീരിയൽ. സോ ഇനി നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തുകൂടെയാണ് കണ്ടുപിടിക്കാനുള്ളത്? ഡയറക്റ്റ് മെറ്റീരിയൽ പ്രൈം കോസ്റ്റ് 1,97,000, 2,22,000. റോ മെറ്റീരിയൽ കൺസ്യൂംഡ് പ്രൈം കോസ്റ്റ് 3,97,000 ആണ്. സോ ഇതും റിവേഴ്സ് വർക്കിംഗ് എടുക്കുമ്പോഴത്തേക്കും 3,97,750 മൈനസ് 2,22,250 എടുക്കുമ്പോൾ എത്ര കിട്ടും? 1,75,000. സോ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് 1,75,500. സോ നമുക്ക് എന്താണ്? ക്ലോസിംഗ് റോ മെറ്റീരിയൽ ആണ് റിവേഴ്സ് വർക്കിംഗിൽ. സോ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് 1,75,000 ആണ്. അതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? മൈനസ് 2,50,000 മൈനസ് 20,000 നമുക്ക് കിട്ടും 94,450 ആണ് നമ്മുടെ ക്ലോസിംഗ് റോ മെറ്റീരിയൽ. സോ ഇത് മൂന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ്, ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ്, ക്ലോസിംഗ് റോ മെറ്റീരിയൽസ്. സോ ഇത്രയാണല്ലോ. ഇത് ഒരു പെർസെൻറ്റേജിനകത്ത് അഡീഷണൽ തന്നിരിക്കുന്നത് എന്താണ്? ആ കൺവേർഷൻ കോസ്റ്റ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഫാക്ടറി ഓവർഹെഡ് ഒരു പെർസെൻറ്റേജ് തന്നിരിക്കുന്നു. അത് വെച്ചിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർ കംപ്ലീറ്റ് ആ ഒരു ഫോർമാറ്റ് എഴുതുക, അതിന് ഡയറക്റ്റ്ലി ഗിവൺ ഇൻഫർമേഷൻ എടുക്കുക, ദെൻ അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്ന എടുക്കുക, ദെൻ റിവേഴ്സ് വർക്കിംഗിൽ ആൻസറിലേക്ക് വരിക. നെക്സ്റ്റ് വൺ. Then next question. C Limited gives the following information. Financial records rupees in thousands. Sales on the direct labor, management expense, selling expense, inventory records, particulars 1st January, raw material, finished goods, working progress എല്ലാം എന്ത് തന്നിട്ടുണ്ട്? ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തന്നിരിക്കുന്നു. ഫ്രം അനാലിസിസ് പാസ് ഡേറ്റ ഡയറക്റ്റ് ലേബർ വുഡ് ബി
175% of works overhead. Cost of goods sold excluding administration overhead would be 11,200 per unit. Okay, selling expense would be rupees 700 per unit. Okay. So cost of goods sold selling a unit per unit determine the value of material purchased during the year. So now cost sheet. Cost sheet. Particulars. Amount rupees in thousands. Okay. So now opening raw material purchases raw material closing raw material. Opening raw material in 1000 800. So purchases are now the closing raw material 10 less 1060 raw material consumed. Raw material consumed, then add direct labor. Direct labor would be 175% works overhead. Okay. So direct labor 1750. 1750 on a direct labor. So we are adding direct expense prime cost. Okay. So prime cost direct labor raw material opening prime cost so prime cost then prime cost in the mode add factory overhead. Add factory overhead. This question factory overhead direct labor would be 175% of factory overhead. So direct labor in the 175% 1000. So in the 175% 1175 and the direct labor. Factory overhead in the 175% works overhead. Direct labor would be 175% of works overhead. Cost of goods sold. Okay. Add factory overhead. So factory overhead adding gross factory cost. Okay. Then add opening work in progress less closing work in progress. So opening work in progress 1050, closing work in progress 1450. 1450. Then factory cost so factory cost. Then so add quality control cost question so factory cost and the cost of production. Cost of production. Cost of production, selling expense, cost of goods sold, direct labor, cost of goods sold, selling expenses. Okay. Cost of production. Cost of production code India. Add opening finished goods less closing finished goods. So opening finished goods 1760. So the term cost of goods sold. Cost of goods sold. Then add
admin overhead, selling and distribution overhead, add ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? cost of sales, cost of sales. So ഇതിൻ്റെ കൂടെ പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്താൽ ആഡ് പ്രോഫിറ്റ് എന്ത് കിട്ടും? sales. So നമുക്ക് നോക്കാം. Cost of goods sold excluding administration overhead would be 11,200 per unit. 11 cost of goods sold. Cost of goods sold. Then sales at 7,500. Sales at 7,500. Then selling expenses would be 700 per unit. Cost of goods sold excluding administration overhead. Selling expenses given on 350. Selling expenses, selling and distribution overhead. Question given on 350. Main adjustment. This adjustment is reverse working answer. Selling expense would be 700 per unit. Okay, so 350 thousands. So selling expenses 350. So 3,50,000. Selling expense per unit. So 3,50,000 divided by 700. Per unit 700 ആയിരുന്നു. സോ എത്ര സെല്ലിംഗ് എക്സ്പെൻസ് പെർ യൂണിറ്റ് 700 ആണ്. സോ എത്ര യൂണിറ്റ്സ് ഉണ്ട്? നമ്പർ ഓഫ് യൂണിറ്റ്സ് 3,50,000 ഡിവൈഡ് ബൈ 700 എത്ര ആയിട്ട് നമുക്ക് 500 യൂണിറ്റ്സ്. സോ ഈ 500 യൂണിറ്റ്സ് കിട്ടിയാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് കണ്ടുപിടിക്കാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്തിന്റെ ബേസിസിലാണ് തന്നിരിക്കുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിരിക്കുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എക്സ്ക്ലൂഡിംഗ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് വുഡ് ബി 1000 പെർ യൂണിറ്റ്. ഓക്കെ, സോ 11,200 ഇൻറ്റു 500. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 11,200 ഇൻറ്റു 500 56 lakhs. നമ്മൾ തൗസൻഡ്സിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ് 5,600. ഓക്കെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 5,600. Then profit നമുക്കുണ്ടോ ക്വസ്റ്റ്യനിൽ? സെയിൽസ്, ഡയറക്റ്റ് ലേബർ, മാനേജ്മെന്റ് എക്സ്പെൻസസ്. മാനേജ്മെന്റ് എക്സ്പെൻസസ് നമുക്ക് ഇവിടെ പറയാം അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്സ് 250. സോ 250 100 900 6,200. ഓക്കെ, സോ എത്ര വരും? പ്രോഫിറ്റ് 1,300 വന്നാലായിരിക്കും നമുക്ക് 7,500 വരുന്നത്. ദെൻ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും എന്തൊക്കെയാണുള്ളത്? സെല്ലിംഗ് എക്സ്പെൻസ് ആ അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞു. ഡയറക്റ്റ് ലേബർ കഴിഞ്ഞു. നമുക്ക് റിവേഴ്സ് വർക്കിംഗ് കിട്ടുമോ നോക്കാം. സോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 5,600 റിവേഴ്സ് വർക്കിംഗ് ആകുമ്പോഴത്തേക്കും ഇത് കുറച്ചിരിക്കുന്ന ആഡ് ചെയ്തിരിക്കുന്ന കുറയ്ക്കുക. 5,600 പ്ലസ് 7,600 പ്ലസ് 1,900 മൈനസ് 1,760 5,740. 5,740. ദെൻ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഫാക്ടറി കോസ്റ്റും ഇതിന് വരും 5,740 തന്നെ വരും. ദെൻ നേരെ റിവേഴ്സ് വർക്കിങ്ങിൽ 740 എന്താ ചെയ്യുക? പ്ലസ് 1,450 മൈനസ് 1,050 61,400 ഫാക്ടറി കോസ്റ്റ്. ക്ലോസ് ഫാക്ടറി കോസ്റ്റ് 6,140. ദെൻ 1000 കൂടെ കുറച്ച് കഴിഞ്ഞാൽ 5,000. സോ റിവേഴ്സ് വർക്കിംഗ് ആകുമ്പോഴത്തേക്കും ആഡ് ചെയ്യുന്ന എല്ലാം കുറയ്ക്കുക. 5,140 ആയിരിക്കും പ്രൈം കോസ്റ്റ്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? റോ മെറ്റീരിയൽ then purchased.
സോ ഡയറക്റ്റ് ലേബർ 5140 നിന്ന് ഡയറക്റ്റ് ലേബർ 1750 കുറച്ച് കഴിഞ്ഞാൽ റോ മെറ്റീരിയൽ കൺസ്യൂം 3390 ആണ്. ഇതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യാം, പ്ലസ് 1060 മൈനസ് 800, സോ എത്ര കിട്ടും 3390 പ്ലസ് 1660, 390 പ്ലസ് 1060 മൈനസ് 800, സോ എത്ര കിട്ടും ചെയ്യുമ്പോഴത്തേക്കും, സോ 3390 പ്ലസ് 1060 മൈനസ് 800, 3650 കിട്ടും. 3650 റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ നമുക്ക് കണ്ടുപിടിക്കുന്നത്. സോ ഇത്രയാണ് ഇതിൻ്റെ ആൻസർ. ദെൻ നെക്സ്റ്റ് വൺ, a company produces a machine and sells it for rupees 3000. If there is increase of 20% in cost of material, 10% in labor and 10% in overhead, the only figure available are material cost is 40% of cost of sales, labor cost is 30% of cost of sales, overhead cost is 20% of cost of sales. Okay. Then the anticipated increase in cost in relation to present sales price would cause 30% decrease in gross profit. And what would be the selling price? What would be the selling price of the machine to give same percentage gross profit as before? Okay. So now particulars existing proposed. Particulars existing and proposed. Then direct material, direct labor, cost of material 10% in labor, direct material, then overheads. So ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക്, സോ ചെറിയൊരു ക്വസ്റ്റ്യൻ ആയിരിക്കുന്നത് കോസ്റ്റ് ഓഫ് സെയിൽസ്. കോസ്റ്റ് ഓഫ് സെയിൽസ് തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയും ഇവിടെ. ദെൻ ഇതിൻ്റെ കൂടെ പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, സെയിൽസ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ്. ദെൻ ഓക്കെ നമുക്കറിയാം. സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, ഇത് കോസ്റ്റ് ഓഫ് സെയിൽസ് സി കൊടുക്കാം, ഇത് ഇക്വേഷൻ ആക്കി സോൾവ് ചെയ്യേണ്ടി വരും. കമ്പനി പ്രൊഡ്യൂസേഴ്സ് എ മെഷീൻ ആൻഡ് സെയിൽസ് ഫോർ rupees 3000. സെല്ലിംഗ് പ്രൈസ് 3000 ആണ്. 20%, if there is increase in 20%, so okay, only figure available cost of material 50% of cost of sales. So this is here എടുത്തു കഴിഞ്ഞാൽ ഇത് വരും 50%, that means 0.5 into C, 0.5 C. Cost of sales labor is 30%, 0.3 into cost. Then labor cost is 30% of cost of sales, labor overhead 20%. Okay. Then cost of sales anticipated increase. Then proposed ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെയും കോസ്റ്റ് മെറ്റീരിയൽ എത്രയും 20% ഇൻക്രീസ് വരും. ഓക്കെ, 0.5 പ്ലസ് 20% വരും, 0.6 വരും, സി വരും. ദെൻ ഇവിടെ 0.3 പ്ലസ് 10% ആണ്, സോ എത്ര വരും 0.33 കോസ്റ്റ് എന്നുള്ളത്. ദെൻ 0.2 പ്ലസ് 10% ഈക്വൽ ടു 0.22 സി. സോ കോസ്റ്റ് ഓഫ് സെയിൽസിൽ 1.15 സി. പ്രോഫിറ്റ് 30% പറയുന്നതാണ്. സോ 1 മൈനസ് 0.7 പി എന്ന് പറഞ്ഞാൽ എന്താണ് 3000. സോ നമുക്ക് രണ്ട് ഇക്വേഷൻ ആക്കിയിട്ട് സോൾവ് ചെയ്യാം. സോ സി പ്ലസ് പി ഈസ് ഈക്വൽ ടു 3000, ഇക്വേഷൻ 1 ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് എക്സിസ്റ്റിംഗ് നിന്ന് then ഇവിടെ എടുക്കുകയാണെങ്കിൽ 1.1 സി പ്ലസ് 0.7 പി ഈക്വൽ ടു 3000, ഇക്വേഷൻ 2.
സോ ഇക്വേഷൻ 1-നെ എന്ത് ചെയ്യാം 0.7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്തും 0.7p 7c 0.7p is equal to 2100, then 1.15c plus 0.7p is equal to 3000. 3 minus 4 എടുക്കുക. p യുടെ terms get cancelled. So മിച്ചം minus 0.45 c is equal to minus c is equal to 900 divided by 0.45 is equal to 2000. So cost of sales എത്രയാണ് 2000 വരും. സോ ഇത് എത്രയായിരിക്കും 1000 ആണ്. സോ ഇത് ഓരോന്നും നമുക്ക് എത്ര കിട്ടും? ഇത് 2000 50% 1000, ഇത് 600, ഇത് 400. ഇത് കോസ്റ്റിൻ്റെ 50% ആണ് തന്നിരിക്കുന്നത്, പ്രോഫിറ്റ് തന്നിരിക്കുന്നത്. സോ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 1200, 6600, 4400. സോ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1200, 2300. Then നമുക്ക് എത്രയാണ് 3000 വരണമെന്നുണ്ടെങ്കിൽ എത്ര വരണം 700. Then സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? സെയിം പ്രോഫിറ്റ്, അതായത് കോസ്റ്റിൻ്റെ 50%. സോ കോസ്റ്റ് എത്ര വന്നു? 2300 പ്ലസ് 50% ഇൻറ്റു 2300 വന്നു കഴിഞ്ഞാൽ വരും 3450. സെല്ലിംഗ് പ്രൈസ് എടുത്താലാണ് നമുക്ക് എന്ത് വരുന്നത്? പുതിയ ഇതിൽ പ്രപ്പോസ്ഡിൽ സെയിം പെർസെൻറ്റേജ് കോസ്റ്റിൻ്റെ സെയിം പെർസെൻറ്റേജ് പ്രോഫിറ്റ് വന്നാൽ എന്ത് വരും സെല്ലിംഗ് പ്രൈസ് എന്നുള്ള ക്വസ്റ്റിന് ആൻസർ. സോ ഇത്രയാണ് നമുക്ക് റിമൈനിങ് പ്രോബ്ലംസ് നെക്സ്റ്റ് സെഷൻ ചെയ്യാം. ഓക്കെ, സോ കോസ്റ്റ് ഷീറ്റിൻ്റെ തിയറി പ്ലസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ്. ഓക്കെ, താങ്ക് യു.